ശ്യാമേ, താനൂരിൽ നിന്ന് മുംബൈയിലേക്ക് പോയ 2 പെൺകുട്ടികൾ. പക്ഷെ ആ പെൺകുട്ടികളെക്കാൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് റഹീം അസ്ലം എന്ന് പറയുന്ന എല്ലാവരെയും സഹായിക്കാൻ മനസ്സ് കാട്ടുന്ന ദീനാനുകമ്പയുള്ള ഒരു നന്മമരം. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കുട്ടികളെ കാണുന്നപ്പോൾ എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചാൽ പറഞ്ഞ ഒരു ബോംബെയിലേക്ക് പോകാമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ടിക്കറ്റ് എടുത്ത് തരാം, നമുക്ക് പോയിട്ട് വരാം, അവരെ സഹായിക്കുക. എന്നാൽ പിന്നെ ഇയാൾ കോഴിക്കോട് നിന്ന് വരെ ആ വീട്ടിലോട്ട് തിരിച്ചാക്കിയാൽ പോരെ, നേരെ ബോംബെയിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ? അപ്പോൾ അതാണ് റഹീം അസ്ലം. റഹീം അസ്ലം പറയുന്ന മുഴുവൻ പച്ചക്കള്ളമാണ്. റഹീം അസ്ലത്തിൻ്റെ കാര്യം, യഥാർത്ഥത്തിൽ റഹീം അസ്ലത്തിന് ഇതിനകത്ത് എന്താണ് പങ്ക് എന്നുള്ളത് കൃത്യമായി നമ്മൾ കണ്ടെത്തണം. കുട്ടികൾക്ക് 10-16 വയസ്സേ ഉള്ളൂ, അവരുടെ ആ പ്രായത്തിൻ്റെ ആവേശത്തിലൊക്കെ അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകും. പക്ഷേ റഹീം അസ്ലം അവരെ യഥാർത്ഥത്തിൽ കൊടുക്കാനാണ് ശ്രമിച്ചത്, രക്ഷിക്കാനല്ല. രക്ഷകൻ്റെ പരിവേഷമൊക്കെ എടുത്തണിഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ പിടി വീഴുമെന്നറിഞ്ഞപ്പോൾ റഹീം അസ്ലം നാട്ടിലേക്ക് തിരിച്ചു. അതല്ലേ സംഭവിച്ചത്? ഇവിടെ ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്യുകയാണ്, റഹീം അസ്ലത്തിൻ്റെ ഇടപെടൽ നിർണായകമായി. കുട്ടികളെ കണ്ടെത്തുവാൻ ഉപകരിച്ചത് ലൂസിയുടെയും റഹീം അസ്ലത്തിൻ്റെയും നിർണായക ഇടപെടൽ. ഇതാണൊരു മാധ്യമം റിപ്പോർട്ട് ചെയ്തത്. ഏത് മാധ്യമമാണെന്ന് ഞാൻ പറയുന്നില്ല. ഇങ്ങനെയാണ് ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രോംപ്റ്റർ പിടിച്ച് തല്ലി പിടിച്ചതാണ്. അതാണ് ആദ്യം വേണ്ടുന്നത്. ഇവർക്കെന്താ ബോധമില്ലേ? ഇവർ തമ്മിൽ 8 മാസത്തിൽ കൂടുതലായിട്ട് ഇതിലൊരു കുട്ടിയുമായിട്ട് ഈ റഹീം അസ്ലത്തിന്, അതായത് എടവണ്ണ സ്വദേശിയാണ് ഇയാൾ. ഈ പെൺകുട്ടികളിൽ ഒരാൾ, ഇപ്പോൾ ആർ വിശ്വനാഥ് എന്ന് പറയുന്ന SP മലപ്പുറം, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഈ കുട്ടികളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന ഒരു കാര്യവും നമുക്ക് പറയാൻ പാടില്ല. അദ്ദേഹം പറഞ്ഞില്ലെങ്കിലും അത് നമ്മൾ പറയില്ല. കാര്യം കുട്ടികളുടെ ഭാവി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ കുട്ടിക്കാലത്തൊക്കെ പലരും, അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും, ചില ഇത്തരത്തിലുള്ള കുഞ്ഞു കാര്യങ്ങളൊക്കെ കാട്ടിക്കൂട്ടും. കുഞ്ഞു കാര്യമല്ല ഇത് കാട്ടിക്കൂട്ടിയത്, വളരെ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യം. വീട്ടുകാർ വല്ലാതെ വിഷമിച്ചു പോയി. വല്ലാതെ വിഷമിച്ചു, ഭയങ്കരമായി വിഷമിച്ചു. ഇപ്പം പണ്ട് കാലത്തൊക്കെ, ഇപ്പോൾ കുറച്ച് നാൾ മുമ്പൊക്കെയുള്ള കാലഘട്ടമാണെങ്കിൽ ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ രാവിലെ പോയിട്ട് വൈകിട്ട് കറങ്ങി തിരിഞ്ഞ് വരുത്തുന്ന കുട്ടികളുണ്ട്. അതുപോലല്ലോ ഇത്. അതുപോലെയുള്ള പ്രവൃത്തിയല്ലേ കുട്ടികൾ ചെയ്തത്. ഞാനും കുട്ടിക്കാലത്ത് സ്കൂളൊക്കെ കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോയിട്ടുണ്ട്, ട്യൂഷന് പോകാതെ ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ടുണ്ട്. അതൊക്കെ പലരും ഇപ്പം ക്രിക്കറ്റ് കളിക്കാനൊക്കെ പോയിട്ട് വൈകുന്നേരമൊക്കെ ആയിട്ടും സമയം കഴിഞ്ഞിട്ടും വീട്ടിലെത്താതെ തേടി വന്ന രക്ഷകർത്താക്കൾ തേടി വന്ന കാലഘട്ടമൊക്കെ ഉണ്ടായിട്ടുണ്ട്, പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. വീട്ടുകാർ പോലും അറിയാതെ വീട്ടിലെ 2 വീലർ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള മൊത്തത്തിൽ വികൃതിയായിരുന്നു. അങ്ങനെയൊക്കെയുള്ള പ്രവർത്തികൾ നമ്മുടെ ഭാഗത്ത് നിന്ന് അതുണ്ടായിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവർ വളരെ അപകടം പിടിച്ച കളിയാണിത് കളിച്ചത്. കളിച്ച സ്ഥലവും ശരിയല്ല. ഒന്ന്, ഭാഷ അറിയില്ല, ലാംഗ്വേജ് ഇല്ല, ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അവർക്കറിയില്ല. അത് അവരുടെ കുറ്റവുമല്ല, അത് അവരുടെ കുറ്റമല്ല. ഹിന്ദി അവർക്കറിയില്ല, സംസാരിക്കാൻ അറിയില്ല, അതും അവരുടെ കുറ്റമല്ല. പക്ഷേ ഇത് അപകടം പിടിക്കുന്ന ചെയ്തിയായിപ്പോയി. അപ്പോൾ അല്ല, അതിനകത്ത് പിന്നെ എനിക്കൊരു കാര്യം ഇതിനിടയ്ക്കൂടെ ചോദിക്കാനുള്ള, അവർ ഈ മുടി സ്ട്രെയിറ്റ് ചെയ്യാനോ മറ്റോ ഒരു സലൂണിൽ കയറി. അവിടെ ഇത് മലയാളിയുടെ സലൂണാണെന്ന് ഈ കുട്ടികൾക്ക് എങ്ങനെ മനസ്സിലായി എന്നുള്ളൊരു, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതായത് ഈ കുട്ടികളിൽ ഒരാൾക്ക് 8 മാസം മുമ്പ് തന്നെ ഇൻസ്റ്റഗ്രാം വഴി ഈ പറയുന്ന റഹീം അസ്ലവുമായി പരിചയമുണ്ട്. റഹീം അസ്ലവുമായി പരിചയമുണ്ടെന്നിരിക്കെ ഈ റഹീം അസ്ലത്തോട് ഈ കുട്ടി പറഞ്ഞു, ഇയാളുടെ മൊഴിയാണ്, ഈ കുട്ടി പറഞ്ഞു പോലും, എൻ്റെ വീട്ടിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്, അതുകൊണ്ട് എനിക്ക് എങ്ങോട്ടെങ്കിലും പോകണം, എൻ്റെ കൂട്ടുകാരി എൻ്റെ ഒപ്പം നിൽക്കുമെന്ന് പറഞ്ഞെന്ന്. മാനുഷിക പരിഗണന വിലയിരുത്തിയ റഹീം അസ്ലം, മാനുഷിക പരിഗണനയാണ് കേട്ടോ, മാനുഷിക പരിഗണന വിലയിരുത്തിയ റഹീം അസ്ലം കുട്ടികളോട് പറഞ്ഞു, കഴിഞ്ഞ ദിവസം, അതായത് ഇവർ പോകുന്ന ദിവസം ഉണ്ടല്ലോ, പോകുന്ന ദിവസം അതായത് തൊട്ടടുത്ത ദിവസം ഞാൻ മുംബൈക്ക് പോവുകയാണ് എന്ന് കുട്ടികളെ അറിയിക്കുന്നു. കുട്ടികളെ അറിയിച്ച പ്രകാരം കുട്ടികൾ ഇറങ്ങിത്തിരിക്കുന്നു. കുട്ടികളുടെ കയ്യിലുള്ളത്, ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിലെ കുട്ടിയുടെ കയ്യിലുള്ളത് 5 രൂപ, കൊമേഴ്സ് വിഭാഗത്തിലുള്ള കുട്ടിയുടെ കയ്യിലുള്ളത് 200 രൂപ. ഈ 2 കുട്ടികളും ചേർന്നാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും റഹീം അസ്ലത്തിനൊപ്പം കടക്കുന്നത്. റഹീം അസ്ലത്തിൻ്റെ ഫോൺ എന്താണ് കോഴിക്കോട് വെച്ച് ഓഫ് ചെയ്തത്? എന്തിന് ഫോൺ ഓഫ് ചെയ്തു? കുട്ടികൾക്കൊപ്പം സഞ്ചരിച്ച റഹീം അസ്ലം എന്തിന് മുംബൈ വരെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു? കുട്ടികളുടെ ഫോണും റഹീം അസ്ലത്തിൻ്റെ ഫോണും എന്തിനാണ് മണിക്കൂറുകളോളം, അതായത് മുംബൈയിൽ എത്തുന്നത് വരെ ഓഫായത്? അതിൻ്റെ കാരണം എന്താണ്? രക്ഷിച്ച നിർണായക ഇടപെടൽ നടത്തിയ ആളാ. നിർണായക ഇടപെടൽ നടത്തുന്ന വസ്ത്രവ്യാപാരിയായിട്ടുള്ള അനേകം ബന്ധങ്ങൾ ലോണാവാലയിലും അതുപോലെ പൻവേലിയിലും ഒക്കെയുള്ള
പൻവേലിലുമൊക്കെ ഉള്ള ഇയാൾ എങ്ങനെയാണ് മഹാരാഷ്ട്രയിൽ മുംബൈയിൽ ആകെപ്പാടെ ധാരാളം ബന്ധമുള്ള ഇയാൾ എന്തിന് ഈ ഒരു വ്യാവസായിക മറ്റേ തുണി വ്യവസായത്തിൻ്റെ ആവശ്യവുമായി ബന്ധപ്പെട്ടാണല്ലോ ഇയാൾ പോയത്? എന്തിനാണ് ഫോൺ ഓഫ് ചെയ്ത് വെച്ചത്? എവിടെ നിന്നാണ് ഈ കുട്ടികൾക്ക് പണം വന്നത്? അതിൻ്റെ ഒരു കാരണമായി റഹീം പറയുന്നത് ഈ കുട്ടികൾ എവിടെയോ സ്വർണം വിറ്റിട്ടുണ്ട്. സ്വർണം വിറ്റ കട ഏതാണ്? സ്വർണം വിൽക്കണം എന്നുണ്ടെങ്കിൽ ആധാർ കാർഡ് വാങ്ങി വെച്ച ശേഷമേ സ്വർണം, ഇപ്പോൾ ആധാർ കാർഡിൻ്റെ കോപ്പി എടുത്ത് വെച്ച ശേഷം മാത്രമേ സ്വർണം വിൽക്കാൻ പറ്റുകയുള്ളൂ. അത് ജ്വല്ലറി ഉടമകളുടെ സംഘടനയുടെ നിലപാടാണ്. അനേകം തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. നിയമപരമായി പോലീസ് തന്നെ അവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിങ്ങളെ കബളിപ്പിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ആരെങ്കിലും സ്വർണം വിൽക്കാൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആധികാരിക രേഖയുടെ കോപ്പി, നമ്മളൊരു സ്ഥാപനത്തിൽ നമ്മളൊരു താമസിക്കാൻ റൂം എടുക്കുകയാണെങ്കിൽ അതേ മാതൃകയിൽ തന്നെയാണ് ഇപ്പോൾ സ്വർണം വിൽക്കാൻ ചെന്നാലും അവർ സ്വീകരിക്കുന്നത്. ബില്ലില്ലാതെ അവരിപ്പോൾ സ്വർണം വാങ്ങില്ല. ബില്ല് വേണം. അല്ലെങ്കിൽ ഉഡായിപ്പ് സെൻറ്ററുകൾ ഏതെങ്കിലും ആയിരിക്കണം. അതായത് ഉഡായിപ്പ് സംഗതികളുണ്ട്. ഈ ചെയിൻ സ്നാച്ചിങ് നടക്കുന്നവരുടെ കയ്യിൽ നിന്നും സ്വർണം വാങ്ങി ഉരുക്കി വിൽക്കുന്ന സംഘങ്ങളുണ്ട്. അവരുടെ കയ്യിലേക്ക് എത്തണം. അവരെ എങ്ങനെയാണ് ഈ കുട്ടികൾക്ക് പരിചയം? അതെ, എങ്ങനെ കുട്ടികൾക്ക് പരിചയം എങ്ങനെയാണ്? അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ? പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ സ്വർണം കൊണ്ടുവന്ന് വിറ്റെങ്കിൽ ആ സ്ഥാപനം ഏതാണ്? ഏത് സ്ഥാപന ഉടമയാണ് പോലീസിൻ്റെ നിർദ്ദേശം ഇരിക്കെ അത് ലംഘിച്ചുകൊണ്ട് ഇത് നടത്തിയത്? കുട്ടികളുടെ പക്കൽ ധാരാളം 500 രൂപയുടെ നോട്ടുകൾ ഉണ്ട് എന്ന് മുംബൈയിലെ ലാസ്യ സലൂണിൻ്റെ ഉടമയായിട്ടുള്ള ലൂസി പറയുന്നുണ്ട്. ലൂസി അത് കാണുകയും ചെയ്തിട്ടുണ്ട്. ഈ ലൂസിയെ നമ്മൾ കുറ്റം പറയേണ്ട കാര്യമില്ല, കാരണം ലൂസിയാണ് പോലീസിന് കൃത്യമായിട്ടുള്ള വിവരം നൽകിയത്. ലൂസിയുടെ നിർണായകമായ ഇടപെടൽ ഉണ്ടായതുകൊണ്ട് കുട്ടികൾ രക്ഷപ്പെട്ടു എന്നൊരു മാധ്യമം റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ ആ മാധ്യമത്തെ നമ്മൾ കുറ്റം പറയില്ല. പക്ഷേ റഹീമിനാൽ രക്ഷപ്പെട്ടു എന്ന് കഴിഞ്ഞാൽ അത് ആ മാധ്യമത്തിൻ്റെ തെറ്റായ പ്രവർത്തനമാണ്, തെറ്റായ ധാരണയാണ്. എന്തും വിളിച്ച് പറഞ്ഞ് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതിൻ്റെ ഈ കുട്ടികൾക്ക് ഒന്നാമത്തെ കാര്യം, ഈ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിനെ കുറിച്ച് ഇയാൾക്കറിയാം. കുട്ടികൾ മൈനറാണെന്ന് അറിയാം. പിന്നെ കുട്ടികളെ കൊണ്ടുപോകുന്നത്, കുട്ടികൾ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്നു, ഞങ്ങൾക്ക് ഇവിടെ വീട്ടിൽ ജീവിക്കാൻ പറ്റില്ല എന്നൊരു ആവശ്യം ഉന്നയിച്ച് ഇയാളുടെ സഹായം തേടുകയാണെങ്കിൽ ഇയാൾ എന്താ ചെയ്യേണ്ടത്? ഇയാൾ ചെയ്യുന്ന കൃത്യമായിട്ടുള്ള നടപടി ഒന്നുകിൽ ഈ വിവരം ഈ കുട്ടികളെ സ്കൂളിനെ അറിയിക്കുക, താനല്ലെങ്കിൽ മറ്റാരെങ്കിലും. ഇയാൾ പറയുന്നുണ്ട് താനല്ലെങ്കിൽ താൻ ചെയ്തില്ലായിരുന്നെങ്കിൽ മറ്റാരെങ്കിലും ഇവരെ സഹായിക്കുമായിരുന്നെന്ന്. അങ്ങനെ ഒരു ഘട്ടമുണ്ടെങ്കിൽ ആദ്യം അറിയിക്കേണ്ട ആരെയാണ്? ഈ സ്കൂളിന്റെ അധികൃതരെ അറിയിക്കണം, അല്ലെങ്കിൽ വീട്ടുകാരെ അറിയിക്കണം. അതാണ് വേണ്ടത്. അല്ലാതെ ഏതെങ്കിലും ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി ഇറങ്ങി വന്നിട്ട് എനിക്ക് വീട്ടിൽ പോകാൻ പറ്റത്തില്ല, ഞാൻ മഹാരാഷ്ട്ര മുംബൈക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കൂട്ടുനിൽക്കുകയാണോ വേണ്ടുന്നത്? അവരെ കൊണ്ടുചെന്ന് സലൂണിൽ എത്തിച്ച ശേഷം നിങ്ങൾ ഇതിലെ മുടിയും മുറിച്ച് മോഡേൺ ആകൂ എന്ന നിർദ്ദേശവും കൊടുത്ത് ഞാൻ പർച്ചേസിങ് കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞ് പോയ ഇയാളെ പോലീസ് വിളിച്ചപ്പോഴാണ് ഇയാൾ കളം മാറ്റിയത്. പൻവേലിലുള്ള ലാസ്യ സലൂണിൽ എത്തിച്ച ശേഷം അവിടെ ഈ കുട്ടികൾക്ക് നമ്പറും എഴുതി നൽകി മടങ്ങിയ ഇയാൾ പർച്ചേസിങ്ങിന് പോകുന്നു. പർച്ചേസിങ്ങിന് പോയ ശേഷം ഇവരിത് കഴിഞ്ഞിട്ട് ഈ ലൂസിയുടെ ഫോൺ വാങ്ങി ഇയാളെ വിളിച്ചു. ഈ പറയുന്ന റഹീം അസ്ലത്തെ വിളിച്ചു. റഹീം അസ്ലത്തെ വിളിച്ച ശേഷം ആ സമയത്ത് റഹീം അസ്ലം ഫോൺ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഫോൺ അറ്റൻഡ് ചെയ്യാത്ത റഹീം അസ്ലം പിന്നീട് ഈ നമ്പറിലേക്ക് തിരിച്ച് വിളിച്ച്, അപ്പോൾ ലൂസി പറഞ്ഞു ഇത് 2 പെൺകുട്ടികൾ താങ്കളെ വിളിച്ചതാണ്, താങ്കളെ വിളിച്ച പ്രകാരം എൻ്റെ ഫോൺ വാങ്ങിയാണ് വിളിച്ചതെന്ന് പറഞ്ഞപ്പോൾ റഹീം പറഞ്ഞു അവരെ ഇനി അവിടെ നിന്ന് വിടരുത്, ഞാൻ ഉടൻ തന്നെ അവിടെ എത്താം എന്ന് പറഞ്ഞപ്പോൾ ലൂസി പറഞ്ഞു കഴിഞ്ഞ 15 മിനിറ്റ് മുമ്പേ ഇവരവിടെ നിന്ന് പോയി കഴിഞ്ഞു എന്ന്. അതിന് മുമ്പ് തന്നെ ഈ റഹീമിന് കേരള പോലീസിൻ്റെ ഫോണെത്തി. കാരണം ഈ പെൺകുട്ടികൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഏറ്റവും അവസാനം പെൺകുട്ടികളുടെ ഫോണിലേക്ക് വന്നിരിക്കുന്ന കോൾ റഹീമിൻ്റെയാണ്. ഈ 2 പെൺകുട്ടികളുടെയും ഫോണിലേക്ക് റഹീമിൻ്റെ കോൾ എത്തിയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഏറ്റവും അവസാനം വന്ന കോൾ അതാണ്. എങ്ങനെയാണ് ഈ പെൺകുട്ടികൾക്ക് പുതിയ ഫോൺ എടുക്കാൻ സാധിച്ചത്? എങ്ങനെയാണ് പെൺകുട്ടികൾക്ക് പുതിയ സിം അറേഞ്ച് ചെയ്തത്? ഈ പെൺകുട്ടികൾ ഈ പറയുന്ന സലൂണിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഇവർക്ക് പുതിയ സിമ്മും പുതിയ ഫോണും ഇവരുടെ കയ്യിലെത്തിയിട്ടുണ്ട്. പുതിയ സിമ്മും പുതിയ ഫോണും എത്തിയിട്ടുണ്ട്. അവരെ പിടികൂടാനുള്ള ഏറ്റവും നിർണായകമായിട്ടുള്ള തീരുമാനം ഈ ഫോൺ, പഴയ ഫോൺ ഇവർ ഈ സലൂണിൽ നിന്നും ഇറങ്ങിയ ശേഷം റെയിൽവേ സ്റ്റേഷനിലെത്തി ഈ പറയുന്ന ചെന്നൈ എഗ്മോർ എക്സ്പ്രസ്സിൽ കയറുന്ന സമയത്ത് ഇവർ ഇത് ഓൺ ചെയ്തു. സിം ഊരുന്നതിൻ്റെ ഇടയിൽ ഇവരുടെ ഒരാളുടെ ഫോൺ, ഈ 2 പേരിൽ ഒരാളുടെ ഫോൺ ഓണായി. അപ്പോൾ ലൊക്കേഷൻ കിട്ടി. അങ്ങനെയാണ് RPFന് വിവരം പോവുകയും പിടികൂടുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ നന്മമരം ചെയ്ത പ്രവൃത്തിയെ വളരെ ഇതായിട്ട് ആളുകൾ ആഘോഷിക്കുകയാണ്. ഇപ്പോൾ ഈ നന്മമരത്തെ കുട്ടികളെ പോലീസ് കണ്ടെത്തിയതിന് തൊട്ട് മുമ്പ് തന്നെ ഈ നന്മമരം താനൂരേക്ക് തിരൂരിലേക്ക് വണ്ടി കയറി. തിരൂരിലെത്തിയ നന്മമരത്തെ താനൂർ പോലീസ് കൊണ്ടുപോയി. ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്, ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ ഉത്തരം ഇയാൾ പറയണം, മറുപടി നൽകണം.
മറുപടി നൽകിയേ മതിയാവുകയുള്ളൂ. സാമാന്യ ബുദ്ധിയുള്ള യുക്തിക്ക് ചിന്തിച്ചാൽ തന്നെ ഇങ്ങനെ 2 പെൺകുട്ടികൾ 16 വയസ്സുള്ള 2 പെൺകുട്ടികൾ ഒരു മുംബൈ പോലെയുള്ള ഒരു മഹാനഗരത്തിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകാതിരിക്കുന്നതാണല്ലോ രക്ഷ. അല്ല, അയാൾക്ക് മഹാരാഷ്ട്ര മുംബൈ അറിയാമല്ലോ. മുംബൈ അറിയുന്ന ഒരാളല്ലേ. മുംബൈ അറിയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മുംബൈയിൽ സുരക്ഷിതത്വം ഇല്ല എന്നുള്ളതല്ല. മുംബൈയിൽ ചേരികൾ ധാരാളമുണ്ട്. കുറേയൊക്കെ ചേരികൾ ഒഴിപ്പിച്ചതാണ്. എങ്കിലും ഉൾപ്രദേശങ്ങളിൽ ധാരാളം ചേരികളും സ്ഥലങ്ങളുമൊക്കെ മുംബൈയിൽ ധാരാളമായി ഉണ്ട്. മുംബൈയിൽ നിന്നും ഒരാളെ കാണാതായി കഴിഞ്ഞാൽ, മുംബൈയിൽ നിന്നും മുമ്പ് കാണാതായ ഒരു യുവാവിനെ, കേരളത്തിൽ നിന്ന് പോയ ആളുടെ ബോഡി കിട്ടിയത് ഗോവയിലെ കടൽ തീരത്തുനിന്നാണ്. ഗോവയിലെ കടൽ തീരത്തുനിന്നാണ് അയാളുടെ ബോഡി കിട്ടിയത്. മുംബൈയിൽ നിന്നാണ് അയാൾ മിസ്സിംഗ് ആയത്. അയാളുടെ ഇത് കൊലപാതകമാണ് എന്നുള്ള പൂർണ്ണമായിട്ടുള്ള റിപ്പോർട്ട് ഉണ്ടാകുന്നിരിക്കെ അയാളുടെ പ്രതി ഇതുവരെ പിടിച്ചിട്ടില്ല. ആരാണെന്ന് അത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. മുംബൈയിൽ നിന്ന് നേരെ ഗോവയിലേക്ക്, ഇത് ഒരുപാട് സ്ഥലങ്ങൾ അപ്പുറവും ഇപ്പുറവും എല്ലാം കിടക്കുകയാണ്. ഒരു പോലീസിന്റെ പരിധിയിലൊന്നും നിൽക്കുന്നതല്ല. അവിടെ ധാരാളം ക്രൈം കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലമാണ്. ഏതെങ്കിലും ഒരു ഇത്തരത്തിലുള്ള സംഘങ്ങളുടെ കയ്യിൽ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നീട് ഈ കുട്ടികളെ കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ കുട്ടികളുടെ ഒരു രക്ഷിതാവ് പറയുന്നത് അങ്ങനെ വീട്ടിൽ കാര്യമായ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അല്ല, ഈ കുട്ടികൾ പറയുന്നത് അവിടെ അവരുടെ ഒരു ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ അതോറിറ്റിയുടെ മുന്നിൽ ഹാജരാക്കിയ കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകിയപ്പോൾ കുട്ടികൾ പറയുന്നത് തങ്ങൾക്ക് മുടി മുറിക്കണം, അതിന് അനുമതിയില്ല, മുടി കളർ ചെയ്യാൻ അനുവദിക്കുന്നില്ല, മോഡേണായി നടക്കണം, ജീൻസ് ഇടാൻ സമ്മതിക്കുന്നില്ല, ഈ മുട്ടിലോ മറ്റോ കീറലുള്ള ഒരു ഫാഷനിലുള്ള ഒരു ജീൻസ് ധരിച്ചപ്പോൾ അതിന്റെ പേരിൽ അവിടെ സ്ക്രാച്ചുള്ള ഒരു ജീൻസ് ധരിച്ചപ്പോൾ അതിന്റെ പേരിൽ വീട്ടിൽ വഴക്കായി, കളർ ചെയ്യാൻ തലയിൽ കളർ ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അതൊക്കെ ഇപ്പോൾ ഈ കുട്ടികളൊക്കെ മോഡേണായി നടക്കുമ്പോൾ ഈ കുട്ടികൾക്കും ആഗ്രഹം ഉണ്ടായിരിക്കാം. മോഡേണായി നടക്കുന്നു, അത് അങ്ങനെ വേണം എന്നുള്ള ആഗ്രഹം കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന, അത് ആൺകുട്ടികൾ മാത്രമേ തലയിൽ മുടി വളർത്തി കളർ ചെയ്യാൻ പാടുള്ളൂ, പെൺകുട്ടികൾക്കും ആകാമല്ലോ. അല്ല, അതിനുവേണ്ടി മുംബൈ വരെ കൊണ്ടുപോകേണ്ട കാര്യമില്ല, കോഴിക്കോട് തന്നെ പോകാം. അല്ല, ഞാൻ പറഞ്ഞത് വീട്ടുകാരുടെ അത്തരം കാര്യങ്ങളെ എതിർക്കേണ്ട ആവശ്യമില്ലല്ലോ. എതിർക്കേണ്ട ആവശ്യമില്ല, കുട്ടികളുടെ ആഗ്രഹമല്ലേ. അവരിപ്പോൾ എന്താ പറയുക, ഒരു ഈ പറയുന്ന പോലെ ആൺകുട്ടികൾക്കാകാമെങ്കിൽ പെൺകുട്ടികൾക്കുമാകാം, അതിലൊന്നും പ്രശ്നമൊന്നുമില്ല. ആൺകുട്ടികൾ തലയിൽ കളർ ചെയ്യുന്നുണ്ടെങ്കിൽ പെൺകുട്ടികൾക്കും ആകാവുന്നതേ ഉള്ളൂ. അതിൽ ആൺകുട്ടികൾ തലയിൽ കളർ ചെയ്ത് കിടക്കുമ്പോൾ അവൻ കഞ്ചാവാണ്, പെൺകുട്ടികൾ കളർ ചെയ്ത് കഴിഞ്ഞാൽ അവള് ശരിയല്ല എന്നൊന്നും പറയുന്ന സമൂഹം ശരിയല്ല. കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെന്താ ചട്ടയും മുണ്ട് വിട്ട് കിടക്കാൻ പറ്റുമോ പെൺകുട്ടികൾ? അതല്ലല്ലോ. ഏറ്റവും സേഫായിട്ടുള്ള വസ്ത്രമെന്ന് പറയുന്ന ജീൻസും ടോപ്പും ആണെന്ന് പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ കംഫോർട്ടുള്ളത് അത്തരം വസ്ത്രത്തിലാണ്. സാരി എടുത്തുകൊണ്ട് നടന്നു കഴിഞ്ഞാലാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ് എന്ന് പറഞ്ഞ് ഈ അമ്മമാരൊക്കെ അവർക്ക് പണ്ട് തൊട്ടേ അതായത് ശീലമായിക്കൊണ്ടതാണ്. അത് മാറ്റണമെന്നല്ല പറയുന്നത്. പക്ഷേ ഇവരുടെ താല്പര്യങ്ങളെ അംഗീകരിക്കണം. താല്പര്യങ്ങളെ അംഗീകരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ താല്പര്യങ്ങളെ വീട്ടുകാർ അംഗീകരിക്കാതിരിക്കുമ്പോഴാണ് ഈ പരുന്തുംകാലിൽ പോകുന്ന കുട്ടികൾ. അപ്പോഴാണ് റഹീം അസ്ലത്തെ പോലുള്ള ആളുകൾ രംഗപ്രവേശം ചെയ്യുന്നത്. അതെ, പരുന്തുംകാലിൽ പോയി കളയും കുട്ടികൾ. ഇപ്പം നമ്മുടെ ഒരു എന്താ പറയുക, ഈ കേരള പോലീസിൻ്റെ ഒരു വലിയ ഒരു ഇടപെടൽ, ഒരു SP ഒക്കെ നേരിട്ട് ഇറങ്ങി നിന്ന് കൺട്രോൾ റൂമിൽ വന്ന് നിൽക്കേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നും കൺട്രോൾ റൂമിലേക്ക്, പോലീസിൻ്റെ കൺട്രോൾ റൂമിൽ വന്ന് ഇരിക്കേണ്ടി വന്നു മണിക്കൂറുകളോളം. R. വിശ്വനാഥിന് അവിടെ ഇരുന്ന് നേരിട്ട് അദ്ദേഹം കൺട്രോൾ ചെയ്തു, കാര്യങ്ങളെ നിയന്ത്രിച്ചു. അദ്ദേഹത്തിൻ്റെ എല്ലാ ബന്ധങ്ങളും ഉപയോഗിച്ചു. മഹാരാഷ്ട്രയിൽ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന, അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന സിവിൽ സർവീസിൻ്റെ ട്രെയിനിങ് നടക്കുന്ന സമയത്തിന് അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന, ട്രെയിനിങ്ങിൽ കോളേജിൽ ഒപ്പം ഉണ്ടായിരുന്ന ബന്ധങ്ങൾ മുഴുവൻ അദ്ദേഹം ഇതിനു വേണ്ടി ഉപയോഗിച്ചു. മഹാരാഷ്ട്ര പോലീസിന് അത്രത്തോളം അദ്ദേഹം പ്രഷർ കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. പോലീസിനെ തീർച്ചയായും നമ്മൾ അഭിനന്ദിക്കേണ്ടി വരും. അപ്പോൾ ഇത്തരം കുട്ടികളെ നിങ്ങൾ കാണുകയാണെങ്കിൽ, ഇപ്പോൾ റഹീം അസ്ലം നല്ല ഉദ്ദേശത്തോടു കൂടിയായിരിക്കാം ഒരു പക്ഷേ ചെയ്തത്, അതും നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ചിലപ്പോൾ അദ്ദേഹം നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്തതായിരിക്കാം, അതും പറയാൻ പറ്റില്ല. നല്ല ഉദ്ദേശത്തോട് ചെയ്തതാണെങ്കിലും ഇത്തരം ചെയ്തികളൊന്നും നല്ല ഉദ്ദേശമല്ല. അതെ, അല്ല അവിടെയും ഒരു നമ്മൾ നേരത്തെ പറയുന്ന പോലെ ഇൻസ്റ്റാഗ്രാം എന്നുള്ള വില്ലൻ അവിടെയും ഉണ്ട്. ഇൻസ്റ്റാഗ്രാമില്ലാത്തൊരു സ്ഥലമില്ലല്ലോ. ഇൻസ്റ്റാഗ്രാമിൽ ആണ് ഇതിൻ്റെ മെയിൻ അടിസ്ഥാനം തേടിപ്പോയാൽ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന ഒരു വില്ലനാണ്. ഈ കുട്ടികൾ വീടുകളിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നടക്കാതെ വരുന്നു കഴിഞ്ഞാൽ കുട്ടികൾ പുറത്തേക്ക്, നിങ്ങൾ കുട്ടികളെ മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. മൂന്നാമതൊരാൾക്ക് അവിടെ ഇടം കൊടുക്കാൻ ശ്രമിക്കരുത്. മൂന്നാമതൊരാൾക്ക് ഇടം കൊടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ നിങ്ങളെ ആശ്രയിക്കുന്ന, നിങ്ങളോട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ കുട്ടികളിൽ സംഭവിക്കുമ്പോഴാണ് ഇത്തരം അപകടങ്ങൾ വന്നു ചേരുന്നത്. കുട്ടികളോട് സംസാരിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരു ഇഞ്ച് സമയം, ഒരു 10 മിനിറ്റ് കിട്ടി കഴിഞ്ഞാൽ കുട്ടികളുടെ അടുത്ത് പോയിരിക്കുക, സംസാരിച്ചുകൊണ്ടേയിരിക്കുക. അവർ പറയുന്നത് കേൾക്ക്. ഞാൻ മുൻപ് ഒരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്, കുട്ടികൾ ചിലപ്പോൾ പറയുന്ന കാര്യം ആവർത്തന വിരസത നിങ്ങൾക്കുണ്ടാകും. ചില കുട്ടികൾ ഒരേ കാര്യം തന്നെ വീണ്ടും പറയും.
അല്ല ഇത് നമ്മൾ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ കഷ്ടപ്പെടുന്നത്. അപ്പോൾ അവരോടൊപ്പം ഇരിക്കുകയും അവരോടൊപ്പം സംസാരിക്കുകയും അവരെ കേൾക്കുകയും. കുട്ടികൾക്കൊപ്പം എന്ന് വെച്ചാൽ കഷ്ടപ്പാടൊന്നുമില്ല. കുട്ടികളെ ജനിപ്പിച്ച് കഴിഞ്ഞാൽ അവരെ നോക്കേണ്ട ഉത്തരവാദിത്തം. കഷ്ടപ്പാടെന്ന് ഈ രക്ഷിതാക്കൾ അങ്ങനെയാണല്ലോ പറയുന്നത്. കഷ്ടപ്പാടെന്ന് പറയുമ്പോഴാണ് അവർക്ക് ഞങ്ങൾ ബുദ്ധിമുട്ട്. കഷ്ടപ്പെടുന്നത് നിനക്ക് വേണ്ടിയിട്ടാണ് എന്ന് അങ്ങനെ പറയരുത്. കഷ്ടപ്പെടുക എന്ന് പറയുന്നത് നമ്മൾ അവരുടെ സിമ്പതി പിടിച്ചു പറ്റാൻ ശ്രമിക്കരുത്. സിമ്പതി ഒന്നും അല്ല പറഞ്ഞാണല്ലോ കുട്ടികളെ അവരെ അതവരെ മാനസികമായി ടോർച്ചർ ചെയ്യുന്നതിന് തുല്യമാണ്. ഞാൻ നിന്നെ നോക്കുന്നത് വളരെ കഷ്ടപ്പെട്ടാണെന്ന് പറയുന്നത് തന്നെ ഒരു ടോർച്ചറാണ് കുട്ടികൾക്ക്. കുട്ടികളെ നമ്മൾ ടോർച്ചർ ചെയ്യുകയാണ്. ഞാൻ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഞാൻ നിന്നെ വളർത്തുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ അതൊരു വളരെ ഭയങ്കര സ്ട്രെസ് ഈ കുട്ടികളുടെ ഉള്ളിലുണ്ടാകും. അയ്യോ ഞാൻ പിന്നെ ഇന്നത് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്താകും. ഇങ്ങനെയുള്ള കുട്ടികളാണ് ഒന്നുകിൽ ആത്മഹത്യയിലേക്കും പിന്നെ കുട്ടികൾക്കൊന്നും പറയാൻ പറ്റില്ല. പിതാവ് കഷ്ടപ്പെട്ട് വളർത്തുകയാണെന്ന് പറയുന്നു. അപ്പം തനിക്കുണ്ടാകുന്ന ഒരു പ്രശ്നം കൂടി കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കൂടുതൽ കഷ്ടപ്പാടാവില്ലേ എന്ന് മനസ്സിലാക്കുന്ന കുട്ടി എന്ത് ചെയ്യും? തൻ്റെ പ്രശ്നങ്ങൾ കുട്ടിയോട് പിതാവിനോട് പറയാതാകും, അല്ലെങ്കിൽ മാതാവിനോട് പറയാതാകും. അങ്ങനെ പറയരുത്. വളരെ സിമ്പിളായിട്ട് വളരെ ഫ്രണ്ട്ലി മൈൻഡോട് കൂടി കുട്ടികളെ കൈകാര്യം ചെയ്തു വളരെ ഈസിയാണ് ഇവരെ. പുതിയ കാലത്ത് അങ്ങനെ അത്തരം പേരൻറ്റിങ് ആണ് വേണ്ടത്. വളരെ ഈസിയാണ് ഇവർ. ഞാൻ പഠിപ്പിക്കാൻ പോയ ഒരു കോളേജിൽ നല്ല പ്രശ്നക്കാരായിട്ടുള്ള കോളേജിലെ വിദ്യാർത്ഥികളുണ്ടായിരുന്നു. ഭയങ്കര പ്രശ്നക്കാരായിരുന്നു. ഇവർ ആദ്യം എനിക്കൊരു സമാധാനം തരില്ലായിരുന്നു. ആദ്യം ഒന്നും എനിക്ക് തീരെ സമാധാനം തരില്ല. മാത്രമല്ല ഉച്ചയാകുമ്പോഴത്തേക്ക് ഇത് മഞ്ഞ് വന്ന് മൂടും, ക്ലാസ്സൊക്കെ മഞ്ഞ് വന്ന് മൂടും. ആദ്യമൊക്കെ ഇവരെ നിയന്ത്രിക്കാൻ എന്നെ കൊണ്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ അവരോട് ഞാൻ അവരുടെ വഴിക്ക് അങ്ങ് നിൽക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവർക്ക് അത്രേ ഉള്ളൂ. പിന്നെ അവർ നമ്മളെ ബുദ്ധിമുട്ടിക്കത്തില്ല. കേൾക്കാൻ താല്പര്യമുള്ളൂ കേൾക്കും, അല്ലാത്തവർ ഉറങ്ങും. മഞ്ഞ് മൂടിക്കഴിഞ്ഞാൽ ഈ ക്ലാസ് റൂം കാണാൻ പറ്റാതാവും. ഉച്ചയാകുമ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ മഞ്ഞ് അപ്പുറത്തെ ജനലിൽ കൂടെ വന്ന് കയറി മൂടൽ മഞ്ഞ് വരും, വന്ന് മൂടിയിട്ടങ്ങ് പോകും. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വലിയ വികൃതികൾ ഒപ്പിക്കും നമുക്ക് നേരെ. അപ്പോൾ ഫ്രണ്ട്ലി മൈൻഡ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് പിന്നെ വേറെ പ്രശ്നമില്ല. അങ്ങനെ കുട്ടികളെ കയറി ചെയ്യാൻ പറ്റും. അതെ, പണ്ടത്തെ പോലെ അടിച്ചൊതുക്കുക. ഇപ്പോൾ ചില ഈ വാർത്തകളൊക്കെ കണ്ടപ്പോൾ എല്ലാത്തിനെയും പിടിച്ച് അടിച്ചൊതുക്കണം, ചവിട്ടി കൂട്ടണം എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. ഇതെന്താ ഇത്? നിങ്ങൾ കുട്ടികളുടെ ഗുണ്ടയല്ല. പിതാവ് കുട്ടിയുടെ മുന്നിലെ മറ്റേ റാവുത്തറല്ല, അല്ലെ കീരിക്കാടൻ ജോസല്ല. ഫ്രണ്ട്ലി ആയിട്ട് നിന്ന് നോക്ക്. അതുകൊണ്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ല, അതപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഇതുപോലെ ബോംബെയിലേക്കൊന്നും പോവാതെ കുറച്ചെങ്കിലും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. ഒരു എല്ലാം പൂർണ്ണമായും നമുക്ക് പിടിച്ചു നിർത്താനൊന്നും പറ്റില്ല. എങ്കിലും ഒരു 60% വരെയൊക്കെ ഇത്തരം മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഇല്ലാതാകും. അതാണ് അങ്ങനെ ചെയ്യാൻ പറ്റും. ഈ മൂന്നാം കക്ഷിയാണ് എല്ലായിടത്തും കുഴപ്പമുണ്ടാക്കുന്നത്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിൽ പോലും തർക്കമുണ്ടായി കഴിഞ്ഞാൽ മൂന്നാമതൊരുത്തിനെ വിളിച്ചു വരുത്തരുത്. അവൻ അത് മുതലെടുക്കാൻ ശ്രമിക്കും. അങ്ങനെ മുതലെടുത്തതിൻ്റെ വലിയ പ്രശ്നം ഉണ്ടായിക്കോളും. അങ്ങനെ മുതലെടുത്തതിൻ്റെ ഫലമാണ് ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഒരു കൊലപാതകം, ഭാര്യയും കൊന്നു, ഭർത്താവ് കൂട്ടുകാരനെ കൊന്നു, ഭർത്താവ് ജയിലിലും ആയത്. പത്തനംതിട്ടയിൽ കൂടലിൽ മൂന്നാമതൊരുത്തിനെ അടുപ്പിക്കരുത്. അതാണ് വേണ്ടത്. എന്നാലും റഹീമിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റഹീമിനെ ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കുട്ടികളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ പോക്സോ അതും വരും. അതാണ് പോക്സോ. അതായത് ദുരുദ്ദേശത്തോടു കൂടി കുട്ടിയെ കൂട്ടിക്കൊണ്ട് പോവുക, അത് പോക്സോയാണ്. 2 തട്ടിക്കൊണ്ട് പോകൽ, ഒളിപ്പിക്കേണ്ട കാര്യമില്ല. കുട്ടികളെ കുറേ മണിക്കൂറുകൾ ഈ പറയുന്ന പോലെ വീട്ടുകാർക്ക് കിട്ടാത്ത രീതിയിൽ മാറ്റി നിർത്തുന്നത് ഒളിപ്പിക്കലാണ്. ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളെല്ലാം തലയിൽ വരും. ശരി.